ആലപ്പുഴയിലേക്കാണ്. അവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പക്ഷിപ്പനി വ്യാപിച്ചതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. എന്ന് വെച്ചാൽ പക്ഷിപ്പനി കർഷകരെ മാത്രമല്ല ഹോട്ടൽ മേഖലയും കാര്യമായി ബാധിച്ചിരിക്കുന്നു. ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ നിരോധിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് ഹോട്ടൽ വ്യവസായത്തെ ഈ പ്രശ്നം സാരമായി ബാധിച്ചിരിക്കുന്നത്. ഇസ്സത്ത് സുൽഫിക്കർ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഇസ്സത്ത്, പക്ഷിപ്പനി വരുമ്പോൾ സ്വാഭാവികമായി ആ മേഖലയിലൊക്കെ കോഴികളെയും താറാവുകളെയും ഒക്കെ കൊന്നൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഹോട്ടൽ മേഖല ഇതിപ്പോൾ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് ഇസ്സത്ത്? സൈഫു, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപിച്ചത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഏകദേശം 8 വാർഡുകളിൽ പക്ഷിപ്പനി അന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ സ്ഥിരീകരിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് കള്ളിങ് പോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു. ഈ കള്ളിങ്ങിലൂടെ ഏകദേശം 23,000 പക്ഷികളെയാണ് ഇല്ലാതാക്കിയത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇതിൻ്റെ അണുനശീകരണ പരിപാടികളും നടത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറമെ കടുത്ത നിയന്ത്രണങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹോട്ടലുകളിൽ ശീതീകരിച്ച മാംസം വിൽക്കരുത്, അതായത് ചിക്കൻ വിഭവങ്ങളിൽ ശീതീകരിച്ച മാംസം ഉപയോഗിച്ച് വിൽക്കരുത് എന്നതാണ് ഇപ്പോൾ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ഓർഡർ. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പക്ഷികളുടെ മുട്ട, അതുപോലെ തന്നെ വളമായിട്ട് ഉപയോഗിക്കുന്ന കാട്ടം, ഇവയെല്ലാം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഓർഡർ. ഏകദേശം 10 കിലോമീറ്റർ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഹോട്ടൽ ഉടമകൾ 30-ാം തീയതി മുതൽ ഹോട്ടൽ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടുകൂടി വ്യവസായത്തെ നല്ല രീതിയിൽ ബാധിക്കുമെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഹോട്ടൽ ഉടമകൾ ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് നമുക്കറിയുന്നത്. സൈഫുദ്ദീൻ.